ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. സ്മാർട്ട് ഷോ ഇ ടിയുടെ അനദർ ഒരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റീഡിംഗ് പഠിച്ചാലോ? ഡ്യൂട്ടി ചെയ്തുകൊണ്ട് റീഡിങ് ചെയ്യുന്നവർക്ക്, ലിസണിങ് ചെയ്യുന്നവർക്ക് വളരെയധികം ഡിഫിക്കൾട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും റീഡിങ് ആൻഡ് ലിസണിങ്. മിക്കവാറും നമുക്ക് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഓർ സെക്കൻഡ് അറ്റംപ്റ്റിൽ എപ്പോഴും തന്നെ കിട്ടാറുണ്ട്. റീഡിങ്ങും ലിസണിങ്ങും ആണ് പൊതുവെ എല്ലാവർക്കും വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള മൊഡ്യൂൾ. അത് കിട്ടാനായിട്ട് നല്ല പ്രയാസം അനുഭവപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. സോ നമുക്ക് ഒട്ടും ടൈം ഇല്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെയാണ് റീഡിങ് ലിസണിങ് ഒന്ന് ഈസി ആക്കി എടുക്കുക, അഥവാ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളവർക്ക് കുറച്ചുകൂടി എങ്ങനെയാണ് ഈസി ആയിട്ട് എടുക്കുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ ക്ലാസ് സെക്ഷനിൽ പഠിക്കാം. സോ നമുക്ക് ഒട്ടും ടൈം ഇല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുണ്ട്, 22 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് റീഡിങ്ങിൻ്റെ പാർട്ട് ബിയിൽ നിന്നും സിയിൽ നിന്നുമായിട്ടുള്ളത്. അതുപോലെ തന്നെ ലിസണിങ്ങിന് നമ്മൾക്ക് 18 ക്വസ്റ്റ്യൻസ് ആണ് ബി ആൻഡ് സിയിൽ നിന്നുള്ളത്. അപ്പോൾ ഒട്ടും സമയം കിട്ടാറില്ല, ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ഭയങ്കരധികം ടയേർഡാണ്. അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് റീഡിങ്ങിൻ്റെ ബി പാർട്ടിൽ നിന്നും 1-2 ക്വസ്റ്റ്യനും സി പാർട്ടിൽ നിന്നും 1-2 ക്വസ്റ്റ്യനെങ്കിലും ചെയ്തിട്ട് ഒരു ദിവസം കിടക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലിസണിങ്ങിൻ്റെ ആണെങ്കിലും ഒരു ബി സെക്ഷനിലും 1-2 ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ സി സെക്ഷൻ ആണെങ്കിലും ഒരു 1-2 ക്വസ്റ്റ്യനെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തിട്ട് കിടക്കുക. എ പാർട്ട് എന്തായാലും ചെയ്യണം, ബിയും സിയും ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും ചെയ്തിട്ട് കിടന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എങ്ങനെയാണ് ബി പാർട്ട് സി പാർട്ട് ചെയ്യുക എന്നുള്ളത് മറക്കാതിരിക്കും. പിന്നെ നമ്മൾക്ക് ടൈം കിട്ടുമ്പോൾ, നമുക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് കൂടുതൽ മെറ്റീരിയൽ ഇപ്പോൾ കുറഞ്ഞു പോയതിൻ്റെ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ കൂടി ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. റീഡിങ്ങും ലിസണിങ്ങും ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടൈം കിട്ടുന്നതനുസരിച്ച് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. റീഡിംഗ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റീഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ്. അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാം. ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും അതെങ്ങനെയാണ് ആൻസർ കിട്ടുക എന്നുള്ളത് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഡിസ്കഷനോട്ട് കടക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് പാരഗ്രാഫ് വായിച്ചിട്ട് നമ്മൾ ഓപ്ഷൻസിലോട്ട് പോവുക, ഇല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻസ് വായിച്ചിട്ട് പാരഗ്രാഫിലേക്ക് വരിക. എന്തായാലും ക്വസ്റ്റ്യൻ ആദ്യം വായിക്കണം എന്നുള്ളത് മസ്റ്റാണ്. മറ്റേത് ഞാൻ പറഞ്ഞ 2 ഓപ്ഷൻസ് ആസ് പെർ യുവർ ഓൺ ചോയ്സ്, നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് ആ ഒരു മെത്തേഡ് തിരഞ്ഞെടുക്കുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ പാരഗ്രാഫിലോട്ട് വരാം. ആദ്യം എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കാം. ദ പർപ്പസ് ഓഫ് ദീസ് നോട്ട്സ് എബൌട്ട് എ കൗൺസിലിംഗ് ഏജൻറ്റീസ്. ഇപ്പോൾ ഒരു കൗൺസിലിംഗ് ഏജൻറ്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്, പർപ്പസ് എന്താണ് ഈ പാരഗ്രാഫിലൂടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് പാരഗ്രാഫ് വായിക്കാം ആദ്യം തന്നെ. കൗൺസിലേഴ്സ് അഡ്വൈസ് ആൻഡ് അസിസ്റ്റ് ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻസ്. കൗൺസിലേഴ്സിൻ്റെ ഡ്യൂട്ടി എന്താണ്? അവർ ഫാമിലിയെ, ഇൻഡിവിജ്വൽസിനെ, ഗ്രൂപ്പിനെ, ഓർഗനൈസേഷനെ ഒക്കെ അഡ്വൈസ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദ അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ ഡിസ്ക്രൈബ്സ് കൗൺസിലിംഗ് ആസ് എ കൊളാബറേറ്റീവ് എഫോർട്ട് ബിറ്റ്വീൻ കൗൺസിലേഴ്സ് ആൻഡ് ദെയർ ക്ലയൻസ്. അപ്പോൾ അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ്റെ പ്രകാരം കൗൺസിലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കൊളാബറേഷനാണ്, എന്ന് വെച്ചാൽ ഒരു സഹകരണമാണ്. കൗൺസിലേഴ്സിനും അവരുടെ ക്ലയൻസിനും ഇടയ്ക്കുള്ള ഒരു സഹകരണമാണ് എന്താണ് കൗൺസിലിംഗ് എന്നാണ് അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടു ബി ആൻ എഫക്റ്റീവ് കൗൺസിലർ. ഓക്കെ, ഒരു എഫക്റ്റീവ് കൗൺസിലർ ആകാൻ വേണ്ടിയിട്ട് എ ട്രെയിൻഡ് പ്രൊഫഷണൽ നീഡ്സ് ടു ബി ഏബിൾ ടു വർക്ക് ഓൺ ന്യൂമറസ് ലെവൽസ്. ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ എന്താകണം? ഒത്തിരി ന്യൂമറസ് ലെവൽ, വേരിയസ് ലെവലിൽ വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. ന്യൂമറസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം വിവിധമായ, അതായത് വിവിധപരമായ എന്ന് പറയുമ്പം വേരിയസ് ആയിട്ടുള്ള ലെവൽസിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വീണ്ടും അവർ നമ്മളോട് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കൗൺസിലേഴ്സ് ഹെൽപ്പ് പീപ്പിൾ ഓഫ് ഓൾ ഐഡൻറ്റിഫൈ പ്രോബ്ലംസ്, സ്ട്രെങ്ത് ആൻഡ് ഗോൾസ്. വീണ്ടും കൗൺസിലേഴ്സ് എന്തിനു സഹായിക്കുന്നു? ആളുകളെ അവരുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനും പിന്നെ അവർക്ക് സ്ട്രെങ്ത് കൊടുക്കാനും അവരുടെ ഗോള്, ലക്ഷ്യം സാധിക്കാൻ, അങ്ങനെ എല്ലാത്തിനുമായിട്ട് കൗൺസിലേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ത്രൂ ഇഷ്യൂസ്, എന്ത് ഇഷ്യൂ ഉണ്ടായാലും അതിൽ വർക്ക് ചെയ്യുവാണ് അവർ, ആ ത്രൂ ഇഷ്യൂസിലൂടെ വർക്ക് ചെയ്യുവാണ്. ഇംപ്രൂവ് ഇൻ്റർപേഴ്സണൽ ആൻഡ് കോപ്പിംഗ് സ്കിൽസ്. അവർ നമ്മുടെ ഇൻ്റർപേഴ്സണലായിട്ടുള്ളയും അതുപോലെ തന്നെ കോപ്പിംഗ് ആയിട്ടുള്ള സ്കിൽസിനും ഇംപ്രൂവ് ചെയ്യാനും എല്ലാത്തിനും കൗൺസിലേഴ്സ് സഹായിക്കുന്നു. നെക്സ്റ്റ്, അഡ്രസ് മെൻ്റൽ ഹെൽത്ത് കൺസേൺസ്
ചേഞ്ച് ബിഹേവിയർ ആൻഡ് ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത്. ഇതെല്ലാം കൗൺസിലേഴ്സ് സഹായിക്കുന്ന ഓരോ മേഖലയാണ് പറഞ്ഞിരിക്കുന്നത്. കൗൺസിലേഴ്സ് എത്ര രീതിയിൽ എത്ര മേഖലയിൽ നമ്മളെ സഹായിക്കുന്നു അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? കൗൺസിലേഴ്സ് ഒത്തിരി എന്താണ് കൗൺസിലേഴ്സിൻ്റെ പർപ്പസ് എന്താണ്? ഒരുപാട് മേഖലയിൽ കൗൺസിലേഴ്സ് മൊത്തത്തിൽ നടന്ന് സഹായിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ എ ഒന്ന് നോക്കാം. ടു എയ്ഡ് ആൻഡ് അഡ്വൈസ് പേഷ്യൻസ് കെയർ ടേക്കേഴ്സ് അറ്റ് ഹോം. അപ്പം എയ്ഡ് ചെയ്യുന്നു, അതുപോലെ എയ്ഡ് എന്ന് വെച്ചാൽ സഹായം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അഡ്വൈസ് എന്ന് വെച്ചാൽ ഉപദേശമാണ്. സഹായിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നു പേഷ്യൻസിൻ്റെ കെയർ ടേക്കേഴ്സിനെ അറ്റ് ഹോം. പേഷ്യൻസിനെ ആരാണോ നോക്കുന്നത് അവരെ വീട്ടിൽ വെച്ചിട്ട് അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഒരു പാരഗ്രാഫിനകത്ത് നമ്മൾ വായിച്ചതിനകത്ത് ഒരുപാട് വേരിയസ് ആയിട്ടുള്ള കൗൺസിലിംഗ് ഏജൻറ്റിൻ്റെ മേഖല അവർ സഹായിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പേഷ്യൻസിൻ്റെ കെയർ ടേക്കേഴ്സിനെ അറ്റ് ഹോമിൽ വീട്ടിൽ വെച്ചിട്ട് അറ്റ് ഹോം എന്നുള്ളൊരു വാക്കിവിടെ നമുക്ക് അവർ തന്നിട്ടില്ല. ഒത്തിരി മേഖലയിൽ സഹായിക്കുന്നുണ്ട്, അത് കറക്റ്റാണ്. പക്ഷേ വീട്ടിൽ പോയിട്ട് പേഷ്യൻ്റെ കെയർ ടേക്കേഴ്സിനെ എന്നുള്ളത് അവർ ഡയറക്റ്റ്ലി നമുക്ക് ഒരു ആൻസർ തന്നിട്ടില്ല. ഇറ്റ്സ് നോട്ട് ഡയറക്റ്റ്ലി സപ്പോർട്ടഡ് ബൈ ദ പാരഗ്രാഫാണ്. അപ്പം പാരഗ്രാഫിലൂടെ ഡയറക്റ്റ്ലി സപ്പോർട്ട് ചെയ്തിട്ടില്ല. പേഷ്യൻ്റെ കെയർ ടേക്കേഴ്സിനെ എന്നൊരു വാക്കോ അതുപോലെ തന്നെ അവരെ അറ്റ് ഹോമിലോ എന്ന് പറഞ്ഞിട്ടില്ല. കൗൺസിലേഴ്സ് അഡ്വൈസ് ചെയ്യുവാണ് ആരെയൊക്കെയാണ് അസിസ്റ്റ് ഇൻഡിവിജ്വൽസ്, എങ്ങനെ ഇൻഡിവിജ്വൽസിനെ അസിസ്റ്റ് ചെയ്യാം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടില്ല. സോ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തത് നമ്മുടെ ഒരു ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ടു കൺസിഡർ വേരിയസ് ആസ്പെക്റ്റ് വൈൽ ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള വേരിയസ് ആസ്പെക്ട്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. മേ ബി ഇതാണ് അവരിവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു മൂന്നാമത്തെ ലൈൻ നമുക്ക് നോക്കുമ്പോൾ ടു ബി എ എഫക്റ്റീവ് കൗൺസിലർ, ഒരു എഫക്റ്റീവ് കൗൺസിലറിന് വേണ്ടിയിട്ടുള്ളത് എ ട്രെയിൻഡ് പ്രൊഫഷണൽ നീഡ്സ് ടു ബി ഏബിൾ ടു വർക്ക് ഓൺ ന്യൂമറസ് ലെവൽസ്. വളരെ വിവിധപരമായിട്ടുള്ള ലെവൽസിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ പഠിക്കണം എന്നുള്ളതാണ്. അതാണ് ഒരു കൗൺസിലറിൻ്റെ എഫക്റ്റീവായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ബി ഓപ്ഷനിൽ തരുന്നുണ്ട്. ടു കൺസിഡർ വേരിയസ് ആസ്പെക്ട്സ് വൈൽ ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ്. അപ്പോൾ വേരിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സ് കൺസിഡർ ചെയ്യണം ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ. താഴേക്കും അത് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ അവർ ഒന്നുകൂടി കൂടി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. കൗൺസിലേഴ്സ് എന്തിനൊക്കെ സഹായിക്കണം? ഐഡൻറ്റിഫൈ പ്രോബ്ലം ചെയ്യണം, സ്ട്രെങ്ത്ത് ഗോൾസ് എല്ലാം കണ്ടുപിടിക്കണം, ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴുള്ള അതിലൂടെ ത്രൂ വർക്ക് ചെയ്യണം, ഇമ്പ്രൂവ് ചെയ്യണം, ഇൻ്റർപേഴ്സണലായിട്ടുള്ളതും കോപ്പിംഗ് സ്കില്ലും എല്ലാം ഇമ്പ്രൂവ് ചെയ്യണം, മെൻ്റൽ ഹെൽത്ത് കൺസേൺ ഇൻ അഡ്രസ് ചെയ്യണം, ചേഞ്ച് ബിഹേവിയർ ആൻഡ് ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത്. സോ വേരിയസ് ആസ്പെക്ട്സ് വൈൽ ട്രീറ്റിംഗ് എ പേഷ്യൻ്റ് എന്നുള്ളത് ഇവിടെ മൊത്തം അതാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഒത്തിരി വേരിയസ് ആസ്പെക്ട്സിൽ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പ്രത്യേകപരമായിട്ടുള്ള വിവിധപരമായിട്ടുള്ള എല്ലാ മേഖലയിലും ഒരു കൗൺസിലർ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഈ ബി ആണ് നമുക്ക് നന്നായിട്ട് നമ്മളെ ഇതിനകത്തൊരു ആൻസറായിട്ട് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് കൗൺസിലിങ്ങിൻ്റെ എന്തൊക്കെയാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വീണ്ടും അവർ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ മെൻഷൻ ദാറ്റ് ദ എഫക്ട്സ് ഓഫ് കൗൺസിലിംഗ് ക്യാൻ എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ ഇൻഡിവിജ്വൽ ടു ദെയർ ഫാമിലി, ഫ്രണ്ട്സ് ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പം ഇത് മാത്രമല്ല അവർ എക്സ്റ്റെൻഡ് ചെയ്യുവാണല്ലേ ഈ ഒരു എഫക്ട്സ് ഓഫ് ഇൻഡിവിജ്വൽസിനെ, ഫാമിലിയെ, ഫ്രണ്ട്സിനെ എല്ലാം അവർ അതിലോട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ പാരഗ്രാഫായിട്ട് കാണാൻ പറ്റും. അതർ ബെനഫിഷ്യറീസ് ഇൻക്ലൂഡ് എക്സ്റ്റെൻഡഡ് ഫാമിലി, എംപ്ലോയീസ്, കൊളീഗ്സ്. അപ്പോൾ മൊത്തത്തിൽ ഇവിടെ വരുന്നത് ആ ഒരു ബി ആയിട്ടുള്ള ഒരു ആൻസറാണ് പറയുന്നത്. മൊത്തത്തിൽ സഹായിക്കുന്നു, ബെനഫിഷ്യലാണ് എല്ലാമായിട്ട്. ഇനി സിയുടെ നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം. ഓഫൺ വെൻ വൺ പേഴ്സൺ ഈസ് സീയിങ് എ കൗൺസിലർ, ഒരു കൗൺസിലറിന് ഒരു പേഴ്സൺ കാണുമ്പോൾ, ഓഫൺ പലപ്പോഴും, മിക്കപ്പോഴും, ദ എഫക്റ്റ് ഗോസ് ബിയോണ്ട് വാട്ട് ദ ഇൻഡിവിജ്വൽ ഗെയിൻസ്. അപ്പം എന്താണോ ഇൻഡിവിജ്വൽ ഗെയിൻ ചെയ്തത് ആ ഒരു എഫക്റ്റിലോട്ടേക്ക് പോവുകയാണ്. ഫാമിലീസ് ആൻഡ് ഫാമിലി ഡൈനാമിക്സ് ആർ അഫക്റ്റഡ് വെൻ സം വൺ ഹൂ ഹാസ് ബീൻ ഗ്രാംപ്ലിംഗ് വിത്ത് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. ഫാമിലിയും ഫാമിലി ഡൈനാമിക്സും ഒക്കെ അഫക്റ്റ് ചെയ്യുവാണ്. എന്തിനാണ് ഗ്രാംപ്ലിംഗ് എന്നുള്ള പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിടുമ്പോൾ, മറ്റ് പല ഇഷ്യൂസുമായിട്ട് അവർ മല്ലിടുമ്പോൾ,
ബുദ്ധിമുട്ടുമ്പോൾ ബിഗിൻസ് വർക്കിംഗ് വിത്ത് എ ട്രെയിൻഡ് കൗൺസിലർ, ഒരു ട്രെയിൻഡ് കൗൺസിലറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ദി ഇൻഡിവിജ്വൽ ക്ലയൻസ് ലേൺസ് വാട്ട് ഈസ് കോസിങ് ഹെർ ഡിസ്ട്രസ് ആൻഡ് ഹൗ ടു മാനേജ് ഇറ്റ്, family members often to well-being may benefit from knowledge, understanding and improvements acquired through counseling section. അപ്പോൾ ഇവർക്ക് ഈ കഷ്ടങ്ങളെല്ലാം ഫാമിലി മെമ്പേഴ്സിനുണ്ടാകുമ്പോൾ അവരിതെങ്ങനെയാണ് സോൾവ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, കൗൺസിലിംഗ് സെക്ഷൻസിലൂടെയാണ് അവരിതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുക. അതർ ബെനിഫിഷ്യറീസ് ഇൻക്ലൂഡ് എക്സ്റ്റെൻഡഡ് ഫാമിലി, എംപ്ലോയീസ്, കൊളീഗ്സ് ആൻഡ് ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ മറ്റ് ബെനിഫിഷ്യറീസ് എന്തിനൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? എക്സ്റ്റെൻഡഡ് ഫാമിലി, എംപ്ലോയീസ്, കൊളീഗ്സ്, ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ ഇവരിലെല്ലാം അത് എക്സ്റ്റെൻഡ് ആവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വരുന്നത് ബി ഓപ്ഷനാണ്, ടു കൺസിഡർ വേരിയസ് ആസ്പെക്റ്റ് ഓഫ് വൈൽ ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ്. ഈ മേഖലയിലെല്ലാം അവർ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഒരു കൗൺസിലിംഗ് ഏജൻറ്റ് എന്നാണ് പറയുന്നത്. സി, നമുക്ക് modify himself as patient caretaker. It is also not supported by the paragraph. ഇതും പാരഗ്രാഫായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടില്ല. which describes the role of the counselor as a collaborative effort with the patient. കാരണം എന്താണ്, ഒരു കൗൺസിലർ ഒരു കൊളാബറേറ്റീവ് എഫേർട്ട് എടുക്കുമ്പോൾ ക്ലയൻറ്റുമായിട്ട് അതിനെക്കുറിച്ച്, ആ കൗൺസിലറിൻ്റെ റോളിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. റാദർ ദാൻ മോഡിഫൈയിങ് ദംസെൽസ് ടു ബിക്കം എ കെയർ ടേക്കർ. ഒരു കെയർ ടേക്ക് ആവുന്നതിനെക്കാട്ടിലും കൂടുതൽ അയാളെ മോഡിഫൈ ഹിംസെൽഫ് ആസ് എ പേഷ്യൻ്റ് കെയർ ടേക്കറിനെക്കാട്ടിൽ കൂടുതലായിട്ട് ആളെ എന്താക്കുവാണ്, ആ കൗൺസിലറിൻ്റെ റോളാണ് ഇവിടെ സംസാരിക്കുന്നത്. അവനെ തന്നെ ഒരു കെയർ ടേക്കർ ആക്കുന്നതിനെക്കാട്ട് കൂടുതലായിട്ട് ഒരു കൗൺസിലറിൻ്റെ റോളാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സി എന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എ നമുക്ക് അറ്റ് ഹോം എന്നൊക്കെ ഉള്ള വാക്കില്ലാത്തതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബി ആണ് നമുക്ക് കൃത്യമായിട്ട് പറയുക, ഒരു കൗൺസിലർ ഏതൊക്കെ മേഖലയിൽ വേരിയസ് ആസ്പെക്ട്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ള ഒരുപാട് വേരിയസ് ആസ്പെക്ട്സ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകരുത്. എലിമിനേഷൻ മെത്തേഡിലൂടെ മാത്രമേ നോക്കാമുള്ളൂ. എലിമിനേഷൻ മെത്തേഡാണ് ദ ബെസ്റ്റ് മെത്തേഡ്. എലിമിനേഷൻ ചെയ്യാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടത്തില്ല. അതുമാത്രമല്ല നമ്മുടെ ആൻസർ റോങ് ആയി പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആൻസർ എങ്ങനെയാണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിസ്കഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾ ഒന്നുകൂടെ കൂടി വീണ്ടും ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു കീവേഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.